ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉപ്പുരുണ്ടാന്ന് പറഞ്ഞിട്ടുള്ള കുഴക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പുഴുങ്ങലരി കുതിർത്തി വെച്ചിരുന്നു. അപ്പോൾ അത് കഴുകി വെച്ചത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചുമന്ന മുളക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 പ്രാവശ്യമാണ് അരി അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുത്തു. പിന്നെ കുറച്ച് തേങ്ങയാണ് അതിലേക്ക് വേണ്ടത്. തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ഇത് അരച്ചെടുത്തു, തേങ്ങ അരച്ച് വെച്ച് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇനി ഒരു ചീഞ്ചട്ടിയോ ഒരു പാനോ ഏതെങ്കിലും വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പിന്നെ കടലപ്പരിപ്പ് പിന്നെ ചുമന്ന മുളക് കറിവേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് പെരുങ്കായം, ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടത്. ആ പെരുങ്കായത്തിൻ്റെയൊക്കെ ഒരു വാസന ഉണ്ടെങ്കിലാണ് അത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എടുത്തു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ്, തേങ്ങയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന മാവും കൂടെ ഇതിലിട്ടിട്ട് നല്ല കുഴക്കട്ടയ്ക്ക് പിടിക്കണ മാതിരി നമ്മൾക്ക് കട്ടിയായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത്. അതുപോലെ ഈ 1 കിലോന് വെറുതെയൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് രാവിലെ കഴിക്കാനൊക്കെ പറ്റിയ ഇതാണ്. ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ ബദലായിട്ട് ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. കുഴക്കട്ട അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. കായത്തിൻ്റെയും പിന്നെ ചുമന്നുമുളക് കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ പടയുമ്പോൾ തേങ്ങയുടെയും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഏകദേശം ആയി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ട പിടിക്കാൻ പാകത്തിൽ നമ്മൾക്ക് ആവണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അത് എടുത്തിട്ട് ഉണ്ട പിടിക്കുന്നുണ്ട്. അതാ നോക്കിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവം ആവണം. അപ്പോഴാണ് നമുക്ക് ആവിയിൽ വേവിക്കേണ്ടതാണ് ഞാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതാ ഈ പരുവാണ് ഇതിലുള്ളത്. ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾക്ക് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇഡ്ഡലി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. അതിൽ നമ്മൾക്ക് ഇനി ഇത് ഓരോരോ ഉരുണ്ടയായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വയ്ക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റൊക്കെയാണ് വേണ്ടുള്ളൂ ഇത് വേവാൻ, 5 മിനിറ്റൊക്കെ. അങ്ങനെ അത് ഫുൾ ഇതായി. ഇഡ്ഡലി തട്ട് പാത്രത്തിലേക്ക് വെച്ചു, ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു, മൂടി വെച്ചു. ഇനി ഒരു 5 മിനിറ്റിൽ ഇതാ അടിപൊളി കുഴക്കട്ട റെഡിയായി, ഉപ്പുരുണ്ട റെഡിയായി. പ്ലേറ്റിൽ വെച്ചു. ഇത് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.